വിശ്വസ്തനായ ദൈവത്തിന് സകല മഹത്വവും. വീണ്ടും ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പാകെ ഈ രീതിയിലായിരിക്കുവാനായിട്ട് ദൈവം അനുവദിക്കുന്നുവല്ലോ. ഇന്ന് രാവിലെ നല്ല ആരാധന നടക്കുവാനായിട്ട് ഇടയായി. ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, ഇവിടെ ഇത്ര മനോഹരമായ ആരാധനയാണെങ്കിൽ മുകളിൽ ചെല്ലുമ്പോൾ എത്ര നല്ല ആരാധനയായിരിക്കും നമുക്ക് ലഭിക്കുക. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് കിടക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങേപോലെ ഉത്തമനായ ഒരു ദൈവം വേറെയില്ല. അങ്ങേപോലെ ജീവനുള്ള ദൈവം വേറെയില്ല. വെറും കളികളായിട്ടുള്ള കഥകളായിട്ടുള്ളവരെയൊക്കെ ദൈവം എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞവർ ആരാധിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തെ ആരാധിക്കുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തന്നതിനായിട്ട് സ്തോത്രം. കർത്താവേ, നിൻ്റെ സന്നിധിയിൽ ഞങ്ങളായിരിക്കുന്നു. അങ്ങയുടെ ശ്വാസത്താൽ, അങ്ങയുടെ ആത്മാവിനാൽ എഴുതിയ വചനവുമായിട്ട് ഞങ്ങളായിരിക്കുന്നു. അങ്ങ് അവിടെ നിന്ന് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കിന്ന് വേണ്ടുന്നത് എന്താണെന്ന് അങ്ങ് അറിയുന്നതിനായിട്ട് സ്തോത്രം. അങ്ങ് അടിയനെ സഹായിക്കണം. ആ അങ്ങയുടെ ദാസനായിട്ട് ഞാൻ അങ്ങനെ ക്രൂശിൻ്റെ മറവിൽ ഞങ്ങളായിരിക്കുന്നു. അങ്ങ് അവിടെ നിന്ന് ബലപ്പെടുത്തണമേ, ആ വാക്കുകളൊക്കെ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ഞാൻ ആരാധനയ്ക്ക് ഇരുന്നപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ജെൻസിയുടെ തൂക്കി എന്ന് പറയുന്ന ഒരു പദമുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ആലോചിക്കുമായിരുന്നു, കർത്താവ് അതിനു മുമ്പേ തൂക്കി 3 നെയിൽസ് എന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. 3 ആണികളാൽ തൂക്കിയ കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മൾ ആരാധിക്കുന്ന സമയത്ത് നമ്മൾ എത്രത്തോളം സീരിയസ് ആയിട്ട് ആരാധിക്കുന്നു, മഹത്വപ്പെടുന്നു, എത്ര സന്തോഷമാണ് ദൈവം നമുക്ക് നൽകുന്നത്. എന്നാൽ നമുക്ക് ചുറ്റുമുള്ള സംഭവങ്ങൾ 2022 ഇലന്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വിദ്യാഭ്യാസത്തിൽ ഏറ്റവും നല്ല സ്ഥാനത്ത് നിൽക്കുന്ന കേരളമെന്ന് അഭിമാനിക്കുന്ന നമ്മൾ, ആ സ്ഥലത്ത് നരബലി നടക്കുകയുണ്ടായി. അതിൻ്റെ പ്രതികളോട് അത് അന്വേഷണ ചുമതലയുള്ളവരൊക്കെ ചോദിച്ച് കണ്ടെത്തിയ വിവരം എന്ന് പറയുന്നത്, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, നല്ല സാമ്പത്തിക സ്ഥിതി ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് അവർ ഈ രീതിയിൽ 2 സ്ത്രീകളെ അവയവങ്ങൾ വെട്ടിമാറ്റി വീടിൻ്റെ പല സ്ഥലത്തായിട്ട് കുഴിച്ചിട്ടു എന്നാണ് കാണിക്കുന്നത്. വിശ്വാസത്തിന് വേണ്ടി എന്ത് ക്രൂരതയും, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടി പല ക്രൂരതയും ചെയ്യുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രത്യേകത എന്താ? ആ ഒരു സമൂഹത്തിന് മുമ്പാകെ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം എന്ന് പറയുന്ന ആ വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല എങ്കിലും ആ വിഷയത്തിലേക്ക് വരുമ്പോൾ എബ്രായലേഖനം 11-ാം അധ്യായം 6-ാം വാക്യം ഒന്ന് വായിക്കുക. ഹീബ്രു ചാപ്റ്റർ 11 വേഴ്സ് 6. എബ്രായലേഖനം 11-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം. അവിടെ ഇങ്ങനെ കാണുന്നുണ്ട്, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ കഴിയുന്നത് അല്ല. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്, ആൻഡ് വിത്തൗട്ട് ഫെയ്ത്ത് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു പ്ലീസ് ഹിം. ദൈവത്തെ വിശ്വാസം കൂടാതെ പ്രസാദിപ്പിക്കുവാനായിട്ട് സാധ്യതയില്ല. ഇമ്പോസിബിൾ എന്നുള്ള വാക്ക്, ഇതേ വാക്ക് ഒറിജിനൽ എബ്രായ ലേഖനത്തിൽ തന്നെ മറ്റ് സ്ഥലങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ദൈവം ഭോഷ്ക് പറയത്തില്ല, അവന് പറയുവാൻ കഴിയത്തില്ല എന്ന് പറയുന്ന ആ ഇമ്പോസിബിൾ ആയിട്ടുള്ള ആ വേർഡ് തന്നെ ഇവിടെ എടുത്തിട്ട് പറയാണ്, ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഇമ്പോസിബിളാണ്. അതൊരിക്കലും സാധിക്കത്തില്ല. പക്ഷേ വിശ്വാസികളെന്ന് അഭിമാനിക്കുന്ന നമ്മൾ ഈ വേർഡ്, വിശ്വാസം എന്നുള്ള വേർഡ് വളരെ പരിചിതമായി പോയി. എന്താ വിശ്വാസം എന്ന് പറയുന്ന വേർഡ് ബൈബിൾ ക്ലാസ്സിലോ അല്ലെങ്കിൽ തിയോളജി പരമായിട്ടോ പഠിക്കാനായിട്ടുള്ള കേവലം ഒരു വാക്കായിട്ട് മാറിപ്പോയോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. അതിനുപരിയായിട്ട് വിശ്വാസം എന്ന് പറയുന്നത് കേവലം ഒരു വികാരപ്രകടനമല്ല, എന്തെങ്കിലും വൈകാരികമായിട്ട് പ്രവർത്തിക്കുന്നതിനെ അല്ല, മറിച്ച് വിശ്വാസം എന്ന് പറയുന്നത് ഒരു സാഹചര്യത്തിൽ നമ്മുടെ പ്രതികരണം ഏത് രീതിയിലെന്ന് ഡിഫൈൻ ചെയ്യുന്ന ഒരു കാര്യമാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഈ വിശ്വാസം എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു, തിരുമല ബ്രദറൻ അസംബ്ലിയുടെ യൂട്യൂബ് ചാനൽ തന്നെ 938 പരം വീഡിയോകൾ ഇതിനകം ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുസ്തകങ്ങൾ വന്നിട്ടുണ്ട്. വിശ്വാസത്തെക്കുറിച്ച് അനേക ബൈബിൾ ക്ലാസ്സുകൾ വന്നിട്ടുണ്ട്, അനേക പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്, അനേക ശുശ്രൂഷകൾ നാം തന്നെ ചെയ്തു പോയിട്ടുണ്ട്.
എന്നാൽ ഈ ഫെയ്ത്ത് എന്ന് പറയുന്നത് ഒരു കുടുംബം അല്ലെങ്കിൽ ഒരു വ്യക്തി കടന്നു പോകുന്ന സാഹചര്യത്തിൽ അവൻ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാനൊരു ചോദ്യം നിങ്ങളുടെ മുമ്പാകെ ചോദിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. തിരുമല സഭയിലെ വിശ്വാസികൾ എങ്ങനെ ആയിരിക്കുന്നു അല്ല, ഹൗ ആർ യു വിത്ത് ഗാഡ്? ദൈവവുമായിട്ട് നമ്മൾ ഏത് നിലയിൽ ആയിരിക്കുന്നു? തിരുമല സഭ മൊത്തത്തിൽ എങ്ങനെ ആയിരിക്കുന്നു എന്നുള്ളതല്ല ഞാൻ ചോദിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ, സ്വകാര്യ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധം ഏത് രീതിയിലായിരിക്കുന്നു? ദൈവവുമായിട്ട് സംസാരിക്കുന്ന, ദൈവവുമായിട്ട് ആ ഊഷ്മളമായ ബന്ധം പുലർത്തുന്ന ഒരു ജീവിതം നിങ്ങൾക്കുണ്ടാകുന്നുണ്ടോ? ഒരു പക്ഷേ നിങ്ങൾ അത് ചെയ്യാതെ വേറെ എന്തൊക്കെ ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഈ ഒരു കാര്യത്തിൽ ഈ ഒരു ചോദ്യം നിങ്ങളുടെ മുമ്പാകെ ഉന്നയിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുക. ദൈവം അനുവദിക്കുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പ്രസംഗിക്കുകയും പ്രാർത്ഥിക്കുകയും പഠിപ്പിക്കുകയും പ്രസംഗം കേൾക്കുകയും മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യുകയും ചെയ്യുന്ന വിശ്വാസികളെന്ന് അഭിമാനിക്കുന്ന പറയുന്ന നമ്മൾ ഒരു സാഹചര്യത്തിൽ ദൈവത്തോട് ഏത് രീതിയിൽ പ്രതികരിക്കുന്നു, അടുത്തിരിക്കുന്നു എന്നുള്ളതാണ് വിഷയം. നമ്മുടെ ആത്മീയതയുടെ നിലവാരം കേവലം പുറമേയുള്ള കാര്യത്തിലല്ല, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ എങ്ങനെ ആയിരിക്കുന്നു. ഇന്ന് അത് ചിന്തിച്ചുകൊണ്ട് ആ ഒരു പ്ലെയിനിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഈ വിഷയത്തെ കാണണം എന്ന് ഞാൻ ആഗ്രഹിക്കുക. ഇത് വളരെ പ്രസക്തമായ അല്ലെങ്കിൽ ഏറ്റവും സുപരിചിതമായ സൺഡേ ക്ലാസ്സിൽ പോലും എല്ലാവർക്കും അറിയുന്ന ഒരു കുടുംബത്തെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ആ വിഷയത്തിലേക്ക് കടക്കുന്നത്. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ ഒരു വലിയ സംഭവത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു പശ്ചാത്തലം ദൈവാത്മാവ് പറയുന്നുണ്ട്. പുറപ്പാട് പുസ്തകം അതിൻ്റെ 1-ാം അധ്യായം മുഴുവനായിട്ട് നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അവിടെ ഇസ്രായേൽ മക്കൾ ഫറവോൻ്റെ കീഴിൽ അവർ ആയിരിക്കുമ്പോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെയും വേദനകളെക്കുറിച്ച് വിവരിക്കുന്ന ഒരു അധ്യായമാണ് 1-ാം അധ്യായം, പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം. അവിടെ പലവിധമായ പ്രശ്നങ്ങളിലൂടെയാണ് ഇസ്രായേൽ മക്കൾ കടന്നു പോകുന്നത്. ഓരോ കുടുംബവും അടിമത്വത്തിൻ്റെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. വേദനയുണ്ട്, പ്രയാസങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. ഇതിലൂടെ കടന്നു പോകുന്നതിൻ്റെ വേദന എന്താണെന്ന് 1-ാം അധ്യായത്തിൽ വിവരിക്കുക. അവരുടെ പോപ്പുലേഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പല സ്റ്റെപ്സും ഫറവോൻ അവിടെ എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആദ്യം പറയുകയാണ് അവർക്ക് കഠിന വേല കൊടുത്ത് അവർക്ക് ഏറ്റവും കൈപ്പാക്കി അവിടെ മാറ്റണം, എന്നിട്ട് അവരെ പോപ്പുലേഷൻ കുറയ്ക്കാമെന്നുള്ളത് പുള്ളി കാൽക്കുലേറ്റ് ചെയ്യുക. അത് ഫെയിലാവുന്നു. അത് കഴിഞ്ഞ് പറയുക, സൂതികർമ്മികളോട് പറയുകയാണ്, നിങ്ങൾ ആൺകുഞ്ഞുങ്ങളാണെങ്കിൽ എന്ത് ചെയ്യണം? അവരെ കൊന്നുകളയണം. ആ പ്ലാനും അല്ലെങ്കിൽ ആ ഒരു പദ്ധതിയും ഫറവോന് നടപ്പാക്കുവാനായിട്ട് കഴിയാതെ പിന്നെയും അവരുടെ ജനസംഖ്യ വർദ്ധിച്ചു വരും. ഈ ഒരു പശ്ചാത്തലത്തിൽ വളരെ വേദനയിലൂടെ കടന്നു പോകുമ്പോൾ ഒരു അമ്രാമും യോഖേബേദിനെയും നാം അവിടെ കാണുന്നുണ്ട് 2-ാം അധ്യായത്തിൽ വരുമ്പോൾ. ഈ പ്രശ്നത്തിലൂടെ, പ്രയാസത്തിലൂടെ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ പോപ്പുലേഷൻ റെഡ്യൂസ് ചെയ്യണമെന്ന പദ്ധതിയിട്ട ഫറവോൻ്റെ കൽപ്പനകളൊക്കെ നിലനിൽക്കുമ്പോൾ ആ ഒരു കുടുംബം ദൈവസന്നിധിയിൽ വളരെ വിശ്വസ്തതയായിട്ട് അവർ ജീവിക്കുവാനായിട്ട് തുടങ്ങുന്നതിനെ കുറിച്ച് 2-ാം അധ്യായം 1-ാം വാക്യം വായിക്കുന്നു. 2-ാം അധ്യായം 1-ാം വാക്യം ആക്ച്വലി ആ സംഭവം നടക്കുന്നത് ഈ 1-ാം അധ്യായത്തിലെ സംഭവങ്ങൾ നടക്കുന്നതിൻ്റെ ഇടയിൽ ആ വിവാഹം നടന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. 1-ാം അധ്യായത്തിൽ അവർ കടന്നു പോകുന്ന പ്രയാസങ്ങളിൽ പോകുമ്പോൾ തന്നെ ഈ അമ്രാമിൻ്റെയും യോഖേബേദിൻ്റെ വിവാഹം നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ആ പ്രശ്നങ്ങൾ അവർക്ക് എത്ര കുഞ്ഞുങ്ങളുണ്ടാവുന്നു? ആദ്യം 2 കുഞ്ഞുങ്ങൾ അവർക്കുണ്ടാകുന്നുണ്ട്, അമ്രാമിനും യോഖേബേദിനും. നമുക്കറിയാം മിരിയാമും അഹരോനും ഉണ്ടാകും. ഇതിനു ശേഷമാണ് മോശ എന്ന് പറയുന്ന കുഞ്ഞുണ്ടാകുന്നത്. 2-ാം അധ്യായം 2-ാം വാക്യത്തിൽ ആ മോശയുടെ ജനനത്തെക്കുറിച്ചാണ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്നത്. അഹരോൻ്റെയോ മിരിയാമിൻ്റെ ജനനത്തെക്കുറിച്ച് അവിടെ പറയുന്നില്ല. അതിനു മുൻപ് തന്നെ അവർ 2 പേര് ജനിക്കുന്നുണ്ട്, അവരുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. മോശ ജനിക്കുമ്പോൾ അഹരോൻ്റെ പ്രായം എത്രയായിരുന്നു? 3 വയസ്സ് അല്ലേ? പുറപ്പാട് പുസ്തകം 7-ാം അധ്യായം 7-ാം വാക്യത്തിൽ വായിക്കുന്നു, ഫറവോൻ്റെ മുമ്പിൽ 2 പേര് ചെന്ന് നിൽക്കുമ്പോൾ ഒരാൾക്ക് 80 83 അങ്ങനെയാണെന്നാണ് എൻ്റെ ഓർമ്മ. 80 വയസ്സും 80. അങ്ങനെയാണെങ്കിൽ മോശ ജനിക്കുമ്പോൾ അഹരോൻ്റെ പ്രായം 3 വയസ്സാണ്.
അപ്പോഴാണ് ഒരു പ്രശ്നം അവിടെ ഉണ്ടാകുന്നത്. മോശ അല്ലെങ്കിൽ ആ യോഖേബേദ് പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴാണോ ആ വിധി വന്നതെന്ന് എനിക്കറിയത്തില്ല. ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ കുറച്ച് മുമ്പ്, എപ്പോഴാണ് നമുക്കറിയത്തില്ല. എന്നാൽ ആ പ്രശ്നം എന്താണെന്നുള്ളതിൻ്റെ സീരിയസ്നെസ് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും മോശ ജനിച്ചു, മോശയെ കീല് തേച്ച് ആ പെട്ടിയിൽ കിടത്തി ഞാങ്ങണയുടെ ഇടയിൽ കൊണ്ടുവച്ചു, മോശ വളർന്നു പോയി. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഒരു 9 മാസക്കാലം ആ ഓർഡർ എന്ന് വന്നു എന്നുള്ളത് നമുക്കറിയില്ല. ആ സമയത്ത് ഈ കുടുംബം കടന്നുപോയ മെൻ്റൽ ട്രോമ എന്തായിരിക്കും? നമുക്കറിയാം, ഒരു പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ഒരു സഹോദരി, നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ ഒരുപാട് പേര് ജനിച്ചല്ലോ, അവരെ ആ സഹോദരിയെ ഏത് രീതിയിലൊക്കെ മെൻ്റലി പീസ്ഫുള്ളാക്കി നിർത്താൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ശ്രമിക്കും. ആ കുടുംബവും അവരനുഭവിക്കുന്ന അല്ലെങ്കിൽ ടെൻഷനോ അല്ലെങ്കിൽ കൺഫ്യൂഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് 1.5 മാസത്തിൽ സ്കാൻ ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ അടുത്ത മാസത്ത് അത് കഴിഞ്ഞ് കുറച്ച് പ്രായമാകുമ്പോൾ അത് കഴിഞ്ഞ് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, നോർമലാണോ, ഇതൊക്കെ നമ്മൾ പോയി പരിശോധിച്ച് ആ സ്കാനിങ് റിപ്പോർട്ടൊക്കെ കണ്ട് ഇങ്ങനെയാണ് ആ ഒരു പീരീഡ് കടന്നു പോകുന്നത്. നിങ്ങൾ നോക്കി, യോഖേബേദും അമ്രാമും കടന്നുപോയ സിറ്റുവേഷൻ, 2 കുഞ്ഞുങ്ങൾ അവർക്കുണ്ടായിരുന്നെങ്കിലും ഈ ഒരു കൽപ്പന നിലനിൽക്കുന്ന സമയത്ത് ആ വ്യക്തി അല്ലെങ്കിൽ ആ ഗർഭിണിയായ ആ യോഖേബേദും അമ്രാമിൻ്റെയും ആ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും മനസ്സ് ഏത് രീതിയിലായിരിക്കും? ജനിക്കുന്ന കുഞ്ഞ് ഒരു ആൺകുഞ്ഞാണെങ്കിൽ യാതൊരു സാധ്യതയുമില്ല അതിനെ നദിയിലെറിഞ്ഞ് കൊല്ലണമെന്നുള്ളതാണ് കൽപ്പന. പെൺകുഞ്ഞാണെങ്കിൽ അത് നേരെ അടിമയായിട്ട് ജീവിക്കുവാനായിട്ട് അനുവദിക്കും, അടിമയായിട്ട് അവിടെ ജീവിക്കും. ഞാൻ പറയട്ടെ, നമ്മുടെ ഇടയിൽ ആരെങ്കിലും ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം എത്ര വലുതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത്, ആ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് അവരുടെ മനസ്സിൽ, അല്ലെങ്കിൽ കുഞ്ഞ് ജനിക്കുമ്പോൾ, ഓരോ ഇസ്രായേലിൻ്റെ കുടുംബങ്ങളിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അവിടെ നിലവിളിയ, ആൺകുഞ്ഞ് ജനിച്ചാൽ അതിനെ കൊന്നു കളയുവാനായിട്ട് ഓരോരുത്തർ വരും, അതിനെ നദിയിലെറിഞ്ഞ് കൊന്നു കളയും. ആ സിറ്റുവേഷനിലാണ് അവർ കടന്നു പോകുന്നത്. നമ്മൾ ഭയങ്കര സന്തോഷത്തോടെ ഇറ്റ്സ് എ ബോയ്, ഇറ്റ്സ് എ ഗേൾ എന്നൊക്കെ പറഞ്ഞു നമ്മൾ ഭയങ്കരമായിട്ട് എല്ലാവരും സഭ ഒന്നടങ്കം സന്തോഷിക്കുമല്ലേ. അവരുടെ കുടുംബത്തിൽ ഇത് സന്തോഷിക്കുന്ന ഒരു നിമിഷമല്ല, അത് കേവലം ഒരു മരണം സംഭവിക്കുവാനായിട്ട് പോകുന്ന നിമിഷമായിരിക്കാം. എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല. ആ സാഹചര്യത്തിലാണ് ഈ കുടുംബം കടന്നു പോകുന്നത്. നമ്മൾ പലപ്പോഴും ഇത് വായിച്ചു വിടുമ്പോൾ മോശ ജനിച്ചു, ഇതിങ്ങനെ പോയി എന്ന് വിചാരിക്കും. പക്ഷേ ആ കുടുംബം, മോശയെക്കുറിച്ചല്ല ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്, അമ്രാമും യോഖേബേദും കടന്നുപോയ സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം. അവർ കടന്നുപോയ ആ സ്ട്രെസ്ഫുൾ ടൈമിൽ അവരെടുത്ത തീരുമാനങ്ങൾ എങ്ങനെയുള്ളതായിരുന്നു എന്ന് മനസ്സിലാക്കണം. അവരെ കുഞ്ഞ് ജനിച്ചപ്പോൾ നമ്മളെന്താ വായിക്കുന്നത്? കുഞ്ഞ് ജനിച്ചപ്പോൾ കുഞ്ഞ് ജനിച്ചപ്പോൾ കുഞ്ഞ് ജനിച്ചു, കറക്റ്റായിട്ട് കുഞ്ഞൊക്കെ ജനിച്ചു, കുഴപ്പമൊന്നുമില്ല, ആൺകുഞ്ഞാണെന്ന് മനസ്സിലായി. എന്താ കാണുന്നത്? എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? എന്താ? ഒന്നും എഴുതിയിട്ടില്ലേ? കുഞ്ഞെന്താ? സൗന്ദര്യമുള്ളവരെന്ന് കണ്ടു അല്ലേ? സൗന്ദര്യമുള്ളവരെന്ന് കണ്ടു. ഇവിടെയാണ് പ്രശ്നം. ഞാൻ ചോദിക്കട്ടെ, കുഞ്ഞ് സൗന്ദര്യമുള്ളത് കൊണ്ടാണോ ആ കുഞ്ഞിനെ അവിടെ അവര് ഒളിച്ചു വയ്ക്കണം, അല്ലെങ്കിൽ അടുത്തുള്ള കാര്യങ്ങൾ അവർ ചെയ്യുവാൻ? നമ്മൾ പലപ്പോഴും കുഞ്ഞ് സൗന്ദര്യമുള്ളതെന്ന് കണ്ടതുകൊണ്ടാണോ എന്ന് വിചാരിച്ചിട്ടാണ് ആ ഭാഗം വായിച്ചു പോകുന്നത്. ആ കുഞ്ഞിൻ്റെ ബ്യൂട്ടി, കുഞ്ഞിന് സൗന്ദര്യമുണ്ടായിരുന്നു, അതിലൊന്നും എനിക്ക് യാതൊരു തർക്കവുമില്ല. പക്ഷേ ആ കുഞ്ഞിനെ അവർ ഒളിപ്പിച്ചു വയ്ക്കുവാനായിട്ടുള്ള സ്റ്റെപ്സ് എടുക്കുന്നതിൻ്റെ കാരണം, ആ കുഞ്ഞിൻ്റെ ബ്യൂട്ടി എന്ന് പറയുമ്പോൾ ഞാനതിനെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുക. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായം 20-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം 20-ാമത്തെ വാക്യം. Acts chapter 7 verse 20. ആ കാലത്ത് മോശ ജനിച്ചു, ദിവ്യസുന്ദരനായിരുന്നു. മതി. ഇംഗ്ലീഷിൽ 7-ാം അധ്യായം ആക്സ് ചാപ്റ്റർ 7 വേഴ്സ് 20 അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. At this time Moses was born and he was beautiful in പറഞ്ഞോ God's sight. ദൈവത്തിൻ്റെ കണ്ണിൽ സൗന്ദര്യമുള്ളവനായിരുന്നു.
ഞാൻ പല ഭാഗത്ത് ഈ മോശയുടെ ജനനം എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്, അവിടെയെല്ലാം സുന്ദരനായിരുന്നു എന്ന വാക്ക് തന്നെ ഉപയോഗിച്ചു. പക്ഷെ ഇവിടെ അപ്പോസ്തല പ്രവൃത്തിയിൽ ദൈവാത്മാവ് മനഃപൂർവ്വമായിട്ട് എഴുതിക്കുക, ഇൻ ഗോഡ്സ് ഐ, ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ മനോഹരത്വമുള്ള കുഞ്ഞായിരുന്നു. ഞാൻ ഇങ്ങനെ പറയട്ടെ, കേവലം പുറമേ ഉള്ള ബ്യൂട്ടി കണ്ടിട്ടല്ല ആ മാതാപിതാക്കൾ ആ കുഞ്ഞിനെ സേവ് ചെയ്യാനായിട്ട് തീരുമാനിച്ച്. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ, ദൈവത്തിൻ്റെ പെർസ്പെക്റ്റീവിൽ ആ കുഞ്ഞിനെ കാണുവാനുള്ള വിഷൻ അവർക്കുണ്ടായിരുന്നു. ആ ഒരു വീക്ഷണം അവർക്കുണ്ടായിരുന്നു. ഗോഡ്സ് ഐയിൽ അവരത് കുഞ്ഞിനെ കണ്ടു. അതാണ് അവിടെ സൗന്ദര്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. സൗന്ദര്യമുള്ള കുഞ്ഞായിരുന്നു, അത് ഞാൻ സമ്മതിക്കുന്നു. എന്നാൽ ആ സൗന്ദര്യം അവിടെ ഉദ്ദേശിക്കുന്നത് ദൈവത്തിൻ്റെ കണ്ണിൽ അവൻ മനോഹര രൂപിയായിരുന്നു. ഇൻവേർഡ് ബ്യൂട്ടിയിൽ അവൻ മനോഹരിയായിരുന്നു. അതുകൊണ്ടാ ദൈവത്തിൻ്റെ കണ്ണിൽ ആ മാതാപിതാക്കൾ ആ കുഞ്ഞിനെ കാണുകയാണ്. അത് കഴിഞ്ഞാണ് ഓരോ സ്റ്റെപ്പ് അവർ എടുത്തു പോകുന്നത്. ഞാനിങ്ങനെ ചോദിക്കുവാനായിട്ട് ആഗ്രഹിക്കുക, പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ ഓരോ വ്യക്തിയെയും നാം കാണുവാനായിട്ട് ശ്രമിക്കണം. ഈ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ അധികം കുടുംബങ്ങളെ ഒരുമിച്ച് പറഞ്ഞിട്ടില്ല. പക്ഷേ അമ്രാമിനെ യോഖേബേദിനെ ഒരുമിച്ച് അവർ പറഞ്ഞിട്ടുണ്ട്. ഇവരെ വിശ്വാസത്താൽ ഭയം കൂടാതെ ചെയ്ത, നമുക്ക് പിന്നാലെ നോക്കാം. അവരെ ഒരുമിച്ച് നിന്ന് ആ വിഷൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വിഷനോടുകൂടി, ഗോഡ്സ് ഐയിൽ അവരതിനെ കണ്ടു. ഞാൻ പറയട്ടെ, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മൾ ഒരു വ്യക്തിയെ, മറ്റൊരു വ്യക്തിയെ കാണേണ്ടത് അത് ദൈവത്തിൻ്റെ കണ്ണാൽ നമ്മൾ കാണണം. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ആ വ്യക്തിയെ കാണണം. അത് ഭാര്യയെ കാണുമ്പോൾ ആ ഭർത്താവിന് ഓർമ്മ വരേണ്ടത്, ഇത് ദൈവം എനിക്ക് തന്ന ഗിഫ്റ്റാ, ഇത് ദൈവം എനിക്ക് തന്ന ഗിഫ്റ്റാ, ദൈവം എനിക്ക് എന്തിനു വേണ്ടിയിട്ടാ തന്നതെന്നുള്ള ആ പെർസ്പെക്റ്റീവിൽ അതിനെ കാണാൻ പറ്റണം. തിരിച്ച് ഭാര്യ ഭർത്താവിനെ കാണുമ്പോഴും അതേപോലെ കാണണം. കൂട്ടു സഹോദരനെ കാണുമ്പോൾ നമുക്ക് ആ പെർസ്പെക്റ്റീവിൽ കാണുവാനായിട്ട് പറ്റണം. ദൈവം ആ സഹോദരനെ കാണുന്നത് പോലെ നമ്മൾ ആ സഹോദരനെ കാണണം, അല്ലെങ്കിൽ സഹോദരിയെ കാണണം. 1 യോഹന്നാൻ്റെ ലേഖനത്തിൽ അതിൽ 5-ാം അധ്യായം 20-ാമത്തെ വാക്യം കൊണ്ടൊന്ന് വായിക്കാവോ? 1 യോഹന്നാൻ 5-ാം അധ്യായം 20-ാം വാക്യമാണെന്നാണ് തോന്നുന്നത്. ദൈവപുത്രൻ വന്നുവെന്നും സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നുവെന്നും നാം അറിയുന്നു. സഹോദരനെ സ്നേഹിക്കാത്തവൻ എന്ന് പറയുന്ന ഒരു ഭാഗമല്ലേ, ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും ഭാഗം 1 യോഹന്നാൻ ദൈവത്തെ സ്നേഹിക്കുന്നു, ഏതാ 4:20. ഓക്കെ, 1 യോഹന്നാൻ 4:20 അതൊന്ന് വായിക്കാവോ? ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തൻ്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. ഓക്കെ, 4:20, 1 യോഹന്നാൻ 4:20. അതായത് അവിടെ യോഹന്നാൻ, സ്നേഹത്തിൻ്റെ അപ്പോസ്തലനായ യോഹന്നാൻ പറയുക, ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തൻ്റെ സഹോദരനെ സ്നേഹിക്കാതെയും ഇരിക്കുന്നവൻ, പറയുന്നില്ല നിങ്ങളാരും, അങ്ങനെ ചെയ്യുന്നവൻ ഒച്ചയില്ല, കള്ളനാകുന്നു അല്ലേ എന്ന് പറഞ്ഞ് ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഒരു വ്യക്തിയെ, അതാരോ ആയിക്കോട്ടെ, കൂട്ടു സഹോദരനെ, കൂട്ടു സഹോദരിയെ, ഭാര്യയെ, മക്കളെ, ഭർത്താവിനെ കാണാതെ ഇരിക്കാൻ, അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ ആ വ്യക്തിയോട് നമുക്ക് എന്ത് തോന്നും? സ്നേഹം തോന്നും. ആ വ്യക്തിയെ ദൈവം സ്നേഹിക്കുന്നത് പോലെ നമുക്ക് സ്നേഹിക്കുവാനായിട്ട് കഴിയണം. അങ്ങനെ സ്നേഹിക്കാതെ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവൻ കള്ളനാകുന്നു. നമുക്ക് പറയാൻ മടിയൊന്നും വിചാരിക്കണ്ട, കള്ളനാകുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഒരു വ്യക്തിയെ നമുക്ക് കാണുവാനായിട്ട് കഴിയണം. ഒരു അവിശ്വാസിയെ കാണുമ്പോൾ അവരോട് മറ്റു സമുദായങ്ങളോ ആരോ ആയിക്കോട്ടെ, ഏത് ജാതിയിൽപ്പെട്ടവനായിക്കോട്ടെ, അവരെ കാണുമ്പോൾ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് ആ വ്യക്തിയെ സൃഷ്ടിച്ചു എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. ദൈവം അവനെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന ആ രീതിയിൽ അവനെ കാണുവാനായിട്ട് കഴിയണം.
ഞാൻ ഒരു വിഷയം, ഒരു സഹോദരനുമായിട്ടുള്ള ബന്ധത്തിലുള്ള കാര്യം മറ്റൊരു സഹോദരനോട് എന്താണ് ചെയ്യേണ്ടത് എന്ന് ഞാനിങ്ങനെ ഫോണിലൂടെ അദ്ദേഹത്തെ വിളിച്ച് ചോദിക്കുകയുണ്ടായി. എനിക്ക് അത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, അതുകൊണ്ട്. അപ്പോൾ ആ സഹോദരൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയായിരുന്നു, വളരെ എന്നെ ചിന്തിപ്പിച്ച വിഷയം. ഒരു വ്യക്തിയെ നമുക്ക് നേടുവാനായിട്ട് വളരെ ബുദ്ധിമുട്ടാ, പക്ഷെ ഒരാളെ നഷ്ടപ്പെടുത്തുവാൻ വളരെ എളുപ്പമാ. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ലൂസ് എ പേഴ്സൺ. ഈസി ടു ലൂസ് എ പേഴ്സൺ, ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ഗെയിൻ എ പേഴ്സൺ. ഒരു വ്യക്തിയെ നേടുവാനായിട്ട് നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അതിന് കാരണം നമ്മൾ പലപ്പോഴും കാണുന്ന നമ്മുടെ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ്, നമ്മുടെ പെർസ്പെക്റ്റീവിലാണ്. അവരുടെ സ്റ്റാറ്റസോ എഡ്യൂക്കേഷൻസോ ഇതൊന്നും അല്ല ദൈവത്തിൻ്റെ വിഷയം. ദൈവത്തിൻ്റെ കണ്ണാൽ ഓരോ വ്യക്തിയെയും കാണുവാനായിട്ട് ഇടയാകണം. ഈ അമ്രാമും യോഖേബേദും ആ മോശയെ കണ്ടത് ദൈവത്തിൻ്റെ ദൃഷ്ടിയിലൂടെ കാണുവാനായിട്ടിടയായി. പ്രിയമുള്ളവർ, അങ്ങനെ കാണുമ്പോൾ അത് സ്നേഹം ജനിക്കുവാനായിട്ടിടയാകും. ഫെയ്ത്ത് ഈസ് എ ലെൻസ്. If we watch other person through that lens, we should definitely love them. ആ വിശ്വാസം ദൈവത്തിലുണ്ട് എങ്കിൽ നമ്മൾ മറ്റുള്ളവരെ ആ വിശ്വാസ കണ്ണോടുകൂടി കാണുകയും അത് അവരിലേക്ക് സ്നേഹമുണ്ടാകുവാനായിട്ടുള്ള കാരണമായി തീരുകയും ചെയ്യും. ഞാനതിനിങ്ങനെ പറഞ്ഞ് വിടുവാനായിട്ട് ആഗ്രഹിക്കുക. വിശ്വാസിയാണെന്ന് അഭിമാനിക്കുന്ന നാം, ദൈവത്തെ അഭിമാനിക്കുന്ന നാം, വിശ്വസിക്കുന്നവർ മറ്റുള്ളവരെ ദൈവത്തിൻ്റെ കണ്ണാലെ നാം കാണണം. ഇഫ് യു ലവ് ഈച്ച് അതർ, then you can love God. മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ, മറ്റുള്ളവരെ ദൈവത്തിൻ്റെ കണ്ണാലെ കാണുമ്പോഴാണ് ദൈവത്തെ നമുക്ക് സ്നേഹിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. ഫെയ്ത്ത് and love are inseparable. നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ നമുക്ക് സ്നേഹമുണ്ടാകും. അത് വേർതിരിക്കുവാനായിട്ട് കഴിയത്തില്ല. സംശയമുണ്ടോ? ഞാനൊരു വാക്യം കൂടെ നമുക്ക് പറയാം. എബ്രായ ലേഖനമാണെന്ന് തോന്നുന്നു, ഗലേഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് 6. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 6-ാം വാക്യം ഒന്ന് വായിക്കാം. ക്രിസ്തുയേശുവിൽ പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസമത്രേ കാര്യം. സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം, അതാണ് കാര്യം. അവിടെ പരിച്ഛേദനയുമല്ല, അഗ്രചർമ്മവും അല്ല, ഇതൊന്നും അല്ല വിഷയം. ആ ആക്ടിവിറ്റീസ് ഒന്നും അല്ല പ്രശ്നം, ആ റിച്വൽസ് ഒന്നും അല്ല പ്രശ്നം. സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം, ഇതാ ഞാൻ പറഞ്ഞത്. ആ ഫെയ്ത്തും ലവും ഇൻസെപ്പറബിളാ. വിശ്വാസമുണ്ടെങ്കിൽ സ്നേഹമുണ്ടാകും. വിശ്വാസമുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കണ്ണാൽ മറ്റുള്ളവരെ കാണുവാനായിട്ടിടയാകും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങളിൽ മറ്റുള്ളവരെ കാണുന്നത് ഏത് ദൃഷ്ടിയിലാണ് നമ്മൾ അവരെ കാണുന്നത്? ഏത് ആംഗിളിലാണ് നമ്മൾ അവരെ കാണുന്നത്? ഏത് നമ്മുടെ സാമൂഹികമായ സ്റ്റാറ്റസോ അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ദൈവം കാണുന്നത് പോലെ ആ വ്യക്തിയെ കാണുവാനായിട്ട് നമുക്ക് കഴിയണം. എങ്കിലേ വിശ്വാസി എന്ന് പറയുന്നതിൽ അർത്ഥമുള്ളൂ. ഫെയ്ത്ത് ആൻഡ് ലവ് ആർ ഇൻസെപ്പറബിൾ. ആ അമ്രാം യോഖേബേദ് മോശയെ കണ്ടത് അങ്ങനെയാ. ഒരു വ്യക്തിയെ കാണുമ്പോൾ അവനെ എനിക്ക് ദൈവത്തിങ്കിലേക്ക് നേടണമെന്നുള്ള ആഗ്രഹം വരുന്നത് അതുകൊണ്ടാ. കാരണം ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? ആ വ്യക്തിയെ എനിക്ക് ദൈവത്തിന് വേണ്ടി അവൻ മകനായി മകളായി തീരണമല്ലേ. പ്രിയമുള്ളവരെ, നമ്മൾ വിശ്വാസികളെന്ന് അഭിമാനിക്കുന്നവരോട് ഞാനിങ്ങനെ ചോദ്യം ചോദിക്കട്ടെ, എന്തെങ്കിലും കുറവുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ കാണുന്നത് ഏത് രീതിയിലാണെന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. ദൈവസന്നിധിയിൽ അതിൽ കുറവ് വന്നിട്ട് പോയിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ ഏറ്റു പറയേണ്ട കാര്യമുണ്ട്. ഞാൻ ഈ മോശയുടെ അല്ലെങ്കിൽ അമ്രാമിൻ്റെ യോഖേബേദിൻ്റെ ചരിത്രത്തിലേക്ക് പിന്നെ വരിക. അവിടെ അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുന്നത്? അവർ കുഞ്ഞ് സൗന്ദര്യമുള്ളവനെന്ന് കണ്ടു. ഈ ചരിത്രമൊക്കെ നമുക്കറിയാം. എന്ത് ചെയ്തു? അവരൊരു തീരുമാനം എടുക്കുക, അല്ലേ? എന്താ തീരുമാനം? ഈ കുഞ്ഞിനെ ഒളിപ്പിച്ച് 3 മാസം ഒളിപ്പിക്കുവാനായിട്ട് തീരുമാനം എടുത്താണോ വെച്ചേ? അല്ല, അല്ലേ? പിന്നെ പറയുന്നുണ്ട് ഒളിപ്പിക്കുവാൻ ഇനി കഴിയാത്ത സാഹചര്യം വന്നപ്പോഴാണ്. ഞാൻ പറയട്ടെ, ആ ഡിസിഷൻ അവരെടുത്തത്, നിങ്ങൾ വിചാരിക്കും ഇസ്രായേൽ മക്കളെല്ലാം ഭക്തിയുള്ളവരായിരുന്നു ആ സമയം. ഈ അടിമത്വത്തിലായിരിക്കുമ്പോഴും ഇസ്രായേൽ മക്കളുടെ ആത്മീയ നിലവാരം യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം
14 വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ മിസ്രൈമിലായിരുന്നപ്പോൾ ആ വിഗ്രഹാരാധന ചെയ്തതിനെ കുറിച്ച് ജോഷുവ 24:40 പറയുന്നുണ്ട്. അവരെ വിഗ്രഹാരാധനയിൽ പോയ ഒരു ജനമായിരുന്നു. അടിമത്വത്തിലായിരിക്കുന്ന സമയത്തും അവർ അവിടുത്തെ ദൈവങ്ങളെ ആരാധിച്ചു പോകുന്നവരായിരുന്നു. പക്ഷേ അതിനു മധ്യേ ഞാൻ വിശ്വസിക്കുന്നത് ഈ കുടുംബം ദൈവത്തിൽ വിശ്വസ്തരായിട്ട് ഈ ഡിസിഷൻ എടുക്കുന്ന സമയം അവരെത്രത്തോളം പ്രാർത്ഥിച്ചിട്ടായിരിക്കും ആ ഡിസിഷൻ എടുത്തല്ലേ. എബ്രായ ലേഖനം 11-ാം അധ്യായം 23-ാം വാക്യം, ഹീബ്രു ചാപ്റ്റർ 11 വേഴ്സ് 23, അവിടെ പറയുന്നത്, വിശ്വാസത്താൽ അവർ രാജാവിൻ്റെ കൽപ്പന ഭയപ്പെടാതെ, അല്ലേ. ഭയങ്കര ഈസി അല്ലേ ഈ കഥ പഠിക്കാനായിട്ട്. അത് കഴിഞ്ഞ് അവർ ഞങ്ങള പെട്ടിയിലൊക്കെ ആക്കുന്നു, രക്ഷപ്പെടുന്നു, മോശ സൂപ്പർ ഹീറോ ആകുന്നു. ഈ ഡിസിഷൻ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കുടുംബത്തിൽ കുഞ്ഞ് ജനിച്ച് ഈ സാഹചര്യത്തിലായിരിക്കുമ്പോൾ വാട്ട് വിൽ ബി അവർ ഡിസിഷൻ? നമ്മുടെ ഡിസിഷൻ എന്തായിരിക്കും? അവർ ഭയം കൂടാതെ കുഞ്ഞിനെ ഒളിപ്പിക്കുവാനായിട്ടുള്ള തീരുമാനം എടുത്തു. ഞാൻ ഇങ്ങനെയാണ് മനസ്സിലാക്കുന്ന, ഓരോ ദിവസവും അവരെന്ത് ചെയ്യും? ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. അല്ലെങ്കിൽ ഏത് സമയവും. അമ്രാം എന്താ വലിയ ഗവൺമെൻറ് ജോലിക്കാരനാണോ? നല്ല ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഉള്ള ആളോ? അടിമ ജോലി ചെയ്യുന്നവനാ. അവൻ ഈ സമയത്ത് ഈ കുഞ്ഞിനെ ഒളിപ്പിക്കുക എന്നുള്ളത് ഈസിയാണോ? ഇനി ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. അവിടെ ഉണ്ടാകുന്ന രഹസ്യങ്ങൾ, അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തിലുണ്ടാകുന്ന രഹസ്യങ്ങൾ എത്ര പെട്ടെന്ന് വ്യാപിക്കുവാനായിട്ട് സാധ്യതയുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? മോശ ആരുമില്ലാത്ത സമയത്ത് ആരെ കൊല്ലുന്നു? ഒരു മിസ്രൈമിനെ കൊല്ലുന്നുണ്ട്. നേരെ അവിടെ എഴുതി, ദ വെരി നെക്സ്റ്റ് ഡേ ഇതെല്ലാവരും അറിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരു കുഞ്ഞിനെ ഒളിപ്പിക്കുവാനായിട്ട് അവരെത്ര സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും ആ സീക്രട്ട് ഹൈഡ് ചെയ്യുവാൻ, അല്ലേ. അത്രയും ചെയ്തത് ഭയം കൂടാതെയാണ് അവർ ചെയ്തത്. ഇറ്റ്സ് നോട്ട് വെരി ഈസി ഡിസിഷൻ. നമ്മൾ മോശയെക്കുറിച്ച്, മോശ നല്ല വ്യക്തിയാണ്, അവൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയും. അമ്രാമും യോഖേബേദും ചെയ്ത ആ പ്രവൃത്തി ഉണ്ടല്ലോ, ആ ഡിസിഷൻ ഉണ്ടല്ലോ, അത് എത്രയോ വലിയ ഡിസിഷനായിരുന്നു. അവർക്ക് ഇനി എന്താണ്, അവരെന്തായിരിക്കും പ്രാർത്ഥിക്കുക? ദൈവമേ, ആ ഫറവോൻ രാജാവ് എങ്ങനെയെങ്കിലും തട്ടിപ്പോവുകയോ അല്ലെങ്കിൽ ആ കൽപ്പന മാറ്റുകയോ എന്തെങ്കിലും ചെയ്യുമോ എന്ന് വെച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരിക്കും എല്ലാ ദിവസവും. എങ്ങനെയെങ്കിലും ഈ കുഞ്ഞിനെ ആ വിധിയൊന്ന് മാറിക്കിട്ട്, കൽപ്പന ഒന്ന് വിഡ്രോ ചെയ്തെങ്കിലെന്ന് അവർ പ്രാർത്ഥിക്കുമായിരിക്കും. എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. എല്ലാ ദിവസവും അമ്രാം വൈകുന്നേരം വരുമ്പോഴും കുഞ്ഞൊക്കെയാണ്, സേഫാണ്. അവൻ പിന്നെയും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും. അവർക്കിനി എങ്ങനെ മുന്നോട്ട് പോകണം? 2 കുഞ്ഞുങ്ങളെ വളർത്തി പരിചയമുള്ളവരാ. അവർക്കറിയാം ഇത് അങ്ങ് നീണ്ടുപോകാനായിട്ട് യാതൊരു സാധ്യതയുമില്ല, അല്ലേ. എന്നിട്ടും അവർ ആ കുഞ്ഞിനെ അവിടെ വച്ച് വളർത്തുവാനായിട്ട് തീരുമാനിക്കുകയാണ്, ഫിയർലെസ് ആയിട്ട്. ഞാൻ പറയട്ടെ, ആ തീരുമാനം അവരെടുത്തതിൻ്റെ കാരണം എന്തായിരിക്കാം? ആ വിശ്വാസത്താലെന്ന് എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്. ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. അവരെ ഒരുപക്ഷെ രാജാവ് അറിഞ്ഞാൽ 2 പേരെയും അല്ലെങ്കിൽ കുടുംബത്തെ തന്നെ ഇല്ലാതാക്കുവാൻ സാധ്യതയുണ്ട്. കാരണം ഓൾറെഡി പുള്ളി ദേഷ്യത്തിലാണ്. കാരണം 2 പ്ലാൻ ഇട്ടിട്ട് 2 ഫെയിലായി. 3-ാമതാണ് കുഞ്ഞുങ്ങളെ നദിയിലെറിഞ്ഞ് കൊല്ലാനായിട്ട് കൽപ്പന ഇട്ടേക്കുന്നത്. ഇതും ഫെയിലായാൽ പുള്ളി ദേഷ്യം വരുമെന്നല്ല, ഇവരെല്ലാവരും തട്ടിക്കളയാൻ സാധ്യതയുണ്ട്. എന്നിട്ടും ആ ഒരു തീരുമാനത്തിലേക്ക് അവരെത്തുക. എന്തുകൊണ്ടായിരിക്കാം? വിശ്വാസമാണ്, ശരിയാണ്. അവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ വളരെയധികം കരഞ്ഞ്, ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ഈ കഥ കേൾക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നത്തില്ല. നമ്മൾ ആ കുടുംബത്തിൽ ഇരുന്നു കൊണ്ടൊന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ, എങ്ങനെയായിരിക്കും ഞാൻ ആ കുഞ്ഞിനെ നോക്കേണ്ടത്? എന്നും പ്രാർത്ഥിക്കുന്നുണ്ടാവും, അല്ലേ. ഞാൻ ഇങ്ങനെ പറയട്ടെ, ജീവിതത്തിൽ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത്, വേദനകൾ വരുന്ന സമയത്ത്, ഇനി എങ്ങനെ എൻ്റെ മുമ്പോട്ടുള്ള ചുവട് വയ്ക്കുമെന്ന് അറിയാതെ ഇരിക്കുന്ന സമയത്ത്, ഈ അമ്രാമിനും യോഖേബേദിനും എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് യാതൊരു അറിവും അവർക്കില്ല. അവരെത്ര പോകുന്നു അത്ര പോട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിൽ ഇരിക്കുകയായിരിക്കാം. നമ്മുടെ ജീവിതങ്ങളിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഒരു പക്ഷേ വിശ്വാസികളായിട്ട് നമ്മളെല്ലാവരും സ്തോത്രം, പ്രൈസ് ദി ലോർഡ് ഒക്കെ പറയുമെങ്കിലും പ്രയാസങ്ങളിലൂടെ, വേദനയിലൂടെ, മാനസിക വേദനയിലൂടെ കടന്നു പോകുന്ന എത്രയോ വിശ്വാസികളുണ്ട്.
ഒരു മിനിസ്ട്രി കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങിയ സമയത്ത് ഞാൻ വൈഫായിട്ട് നിൽക്കുമായിരുന്നു. ഒരു വിശ്വാസിയായിട്ടുള്ള ഒരു സഹോദരി വന്നിട്ട് പറയുക, എൻ്റെ ഭർത്താവ് എൻ്റെ അടുത്ത് ഇപ്പോൾ വരാറില്ല, ആ ഭർത്താവ് വേറെ ഏതോ സ്ഥലത്താണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞ് ആ സഹോദരി എൻ്റെ അടുത്ത്, ഞാനും വൈഫും നിൽക്കുമായിരുന്നു, അവിടെ വന്നു. അത് കഴിഞ്ഞ് ആ സഹോദരിയുടെ മകൾ ഒരു 6 or 7 ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. ആ കുഞ്ഞിന് അപ്പൻ്റെ സ്നേഹം എന്താണെന്ന് അറിയത്തില്ലെന്നേ. ഞാൻ പറയുന്ന വിശ്വാസിയെക്കുറിച്ചാ. പ്രിയമുള്ളവരെ, നമ്മൾ പ്രയാസങ്ങളിലൂടെ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നത് ദൈവത്തിന് നമ്മേക്കാൾ ഉപരിയായിട്ട് അറിയാമെന്നേ. ഒരു പക്ഷേ നമ്മൾ സൺഡേ ക്ലാസ്സിലോ അല്ലെങ്കിൽ വർഷിപ്പിനോ അല്ലെങ്കിൽ മീറ്റിങ്ങോ അതൊക്കെ ചിലപ്പോൾ ആർക്കും അറിയത്തില്ല. നമ്മുടെ വേദനകൾ അടുത്തിന് എന്താണെന്ന് അറിയത്തില്ല, എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയത്തില്ല, പ്രതീക്ഷ കാര്യങ്ങളൊന്നും സംഭവിക്കത്തില്ല. പക്ഷേ അവിടെ പറയുന്ന വാക്ക് ദൈവാത്മാവ് എഴുതിയിരിക്കുന്ന, വിശ്വാസത്താൽ അവർ ഭയം കൂടാതെ ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറിൽ, ആ വിശ്വാസത്തിൽ പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ എങ്ങനെ അവർക്ക് വന്നു? അമ്രാമിനും യോക്കേബേദിനും ദൈവദൂതൻ പ്രത്യക്ഷമായിട്ടുണ്ടോ? ശിംശോൻ ജനിക്കുന്നതിന് മുമ്പ് ദൈവദൂതൻ പ്രത്യക്ഷനായി. യേശുക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് ദൈവദൂതൻ പ്രത്യക്ഷനായി. യോഹന്നാൻ സ്നാപകൻ ജനിക്കുന്നതിന് മുമ്പ് ദൈവദൂതൻ പറയുന്നുണ്ട്. ഇതൊന്നും അവിടെ ഇല്ലെന്നേ. അവർ പഠിച്ചു വന്ന പണ്ട് അബ്രഹാം മുതൽ അബ്രഹാമിനോട് പറഞ്ഞിരുന്ന ആ കാര്യങ്ങളെ അറിയൂ. യോസേപ്പിൻ്റെ കാര്യം ഒരു പക്ഷേ അറിയാമായിരിക്കും, അല്ലാതെ വേറെ എന്താ അവർക്കറിയാം? പക്ഷെ ആ സമയത്തും അവർ ഭയം കൂടാതെ ആ സ്ട്രെസ്ഫുൾ ടൈമിൽ അവർ നിന്നതിന് കാരണം അവരുടെ ദൈവത്തിൻ്റെ സമാധാനം അവർക്കുണ്ടായിരുന്നുണ്ട്. യെശയ്യാവിൻ്റെ പുസ്തകം 26 അധ്യായം 3 വാക്യം ഒന്ന് വായിക്കാം. ഐശയ്യ ചാപ്റ്റർ 26 verse 3. യെശയ്യാവിൻ്റെ പുസ്തകം 26 അധ്യായം 3 വാക്യം. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കുക കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കുന്നതുകൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കും. റൈറ്റ്? കാക്കുന്നു അല്ലേ? അങ്ങനെയല്ലേ വാക്ക്? കാക്കുന്നു. അവനെ കാക്കും, പൂർണ്ണ സമാധാനത്തിൽ കാക്കും. പ്രിയമുള്ളവരെ, നമ്മൾ കടന്നു പോകുന്ന വേദനകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളും നമുക്ക് മനസ്സിലായില്ലെങ്കിലും ദൈവത്തിനറിയാം. അവൻ പറയുവാണ്, സ്ഥിരമാനസൻ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നവന് ഞാൻ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കും. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുമെന്ന് ഉറപ്പാണെന്നേ. അതുകൊണ്ടാണ് അവരതിങ്ങനെ ഇരുന്നേ. ഇനി ഞാൻ മുമ്പോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുക. Faith and peace are inseparable. Faith and love are inseparable. Just like that, faith and peace are inseparable. വിശ്വാസികളുടെ ജീവിതത്തിൽ ഭയം വരുമ്പോൾ ദൈവസന്നിധിയിൽ ആശ്രയിക്കുന്ന സമയത്ത് ആ പീസ് അവൻ്റെ മനസ്സിലേക്ക് വരും. പൂർണ്ണ സമാധാനത്തോടെ അവനെ കാക്കും. ഇനി ഞാൻ വേറൊരു ഇതിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ ഇതിൻ്റെ കാതലായ വിഷയം വരുന്നത് അത് കഴിഞ്ഞിട്ടാണ്. 3 മാസം ഇവർ കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും അല്ലേ? ഇവരെ ആ മാതാവ് അല്ലെങ്കിൽ ആ ഭർത്താവും ഭാര്യയും നല്ലപോലെ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. എന്തെങ്കിലും സംഭവിച്ചോ? എന്തെങ്കിലും മിറക്കിൾ അവിടെ സംഭവിച്ചോ? എന്തെങ്കിലും ഉത്തരം അവിടെ ദൈവം കൊടുത്തോ? ഒന്നും കൊടുത്തില്ല, ഒരു ചുക്ക് സംഭവിച്ചില്ല. പലപ്പോഴും ഇതാ നമ്മുടെ പ്രശ്നം. അനേക മാസങ്ങളും വർഷങ്ങളും നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുക, ദൈവമേ ഒരു മാറ്റവും ഇതിന് തരുന്നില്ലല്ലോ. പക്ഷെ അവിടെ ഒരു ഉത്തരം കിട്ടിയില്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ അവിടെ കൺഫ്യൂഷനായിട്ട് നിൽക്കുന്നതോ ഒന്നും അവിടെ പറയുന്നില്ല. എന്നാൽ അത് കഴിഞ്ഞ് കാണുന്നത് എന്താ? യോക്കേബേദ് എന്ത് ചെയ്യുന്നു? ഒരു പെട്ടി വാങ്ങുക. ഞാൻ ചോദിക്കട്ടെ, ഇത് നല്ല ബുദ്ധിയാണോ ഈ ചെയ്തത്? ഭയങ്കര വലിയ ആലോചിച്ചെടുത്ത തീരുമാനമാണോ? പക്ഷെ അവർക്ക് ദൈവം കൊടുത്ത വിസ്ഡം ഉണ്ടല്ലോ, അതാണ് ആൻസർ അവരുടെ.
ദൈവം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മിറക്കുലസ് ആയിട്ട് എന്തെങ്കിലും ചെയ്ത് അങ്ങ് മാറ്റിക്കളയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ രാജാവിൻ്റെ കൽപ്പനയോ രാജാവിനെ തന്നെ നീക്കിക്കളയോ അല്ല ദൈവം ചെയ്തത്. അതിനു പകരം എന്തടുത്ത് ചെയ്യണമെന്നുള്ള വിസ്ഡം അവർക്ക് കൊടുത്തു. God gave them wisdom from above. ദൈവത്തിൻ്റെ പരിജ്ഞാനം അവർക്ക് നൽകി. അപ്പം ഞാൻ അതാ ചോദിച്ചത്, ഇത് വിവേകപൂർണമായ ഡിസിഷൻ ആയിരുന്നോ? ഞാൻ ചോദിക്കുന്നത്, ഞാനായിരുന്നു ആ സിറ്റുവേഷനെങ്കിലും ഞാനും ഭാര്യയായിട്ട് തീരുമാനിക്കും. നിങ്ങൾ എന്ത് തീരുമാനിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആലോചിച്ച് നോക്കുക. ഒരു പക്ഷെ ഓടി രക്ഷപ്പെടാൻ തീരുമാനിക്കാം. റൈറ്റ്? മോശ ചെയ്തത് എന്താ? ആ പ്രശ്നം വന്നപ്പോൾ അവൻ ഓടി മറ്റു ദേശത്തേക്ക് പോവുകയാണ്. പക്ഷെ അവരെടുത്ത ഡിസിഷൻ, അവരവിടെ തന്നെ നിന്നുകൊണ്ട് ഒരു പെട്ടി വാങ്ങി കീലൊക്കെ തേച്ച് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്ത് അവിടെ ആ കുഞ്ഞിനെ ഞങ്ങണയുടെ ഇടയിൽ കൊണ്ടുവയ്ക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, the most of the time God's wisdom may not be in align with worldly wisdom. ലോകത്തിലെ ജ്ഞാനവും അല്ലെങ്കിൽ വിവേകവും ദൈവത്തിൻ്റെ ജ്ഞാനവും എല്ലാ സമയത്തും ഒരുപോലെ ചേർന്ന് പോകണമെന്ന് നിർബന്ധമില്ല. പക്ഷെ they took a step in faith. അവർ വിശ്വാസത്താൽ ഒരു ചുവട് അവിടെ എടുത്തു വയ്ക്കുക അല്ലേ? ഈ കൊച്ചിന് എന്ത് സംഭവിക്കുന്ന കണ്ടിട്ടാ അവരവിടെ കൊണ്ടുവയ്ക്കുക. ആ ഫറവോൻ്റെ മകൾ അവിടെ കുളിക്കാൻ വരുമ്പോൾ എന്ത് സംഭവിക്കാനാ? നിങ്ങളെന്ത് വിചാരിക്കുന്നത്? പട്ടാളക്കാരെ വിളിച്ചു പറയും ഇതുപോലൊരു കുഞ്ഞുണ്ട് എന്ന് വിളിച്ചു പറയും അല്ലേ? നത്തിങ് മോർ വിൽ ഹാപ്പൻ. ഇതേ സംഭവിക്കാൻ സാധ്യതയുള്ളൂ. പക്ഷെ they took a bold step. God gave them wisdom. Faith and God's wisdom are inseparable. ദൈവത്തിൻ്റെ ജ്ഞാനവും വിശ്വാസവും നമുക്ക് മാറ്റി നിർത്തുവാൻ കഴിയുന്നതല്ല. വിശ്വാസം ദൈവത്തിലുണ്ടെങ്കിൽ ദൈവം ജ്ഞാനം പ്രൊവൈഡ് ചെയ്യും. വിശ്വാസം എന്ന് പറയുന്നത് കേവലം വെറുതെ ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് ഐഡിയലായിട്ട് ഇരിക്കുന്നതല്ല വിശ്വാസം. വേദപുസ്തകത്തിലെ വിശ്വാസം അത് അവന് അടുത്തെന്ത് പ്രവർത്തിക്കണമെന്നുള്ള ജ്ഞാനം പ്രൊവൈഡ് ചെയ്യുന്ന വിശ്വാസമാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ പഠിക്കുന്ന കുഞ്ഞുങ്ങളോടൊക്കെ പറയും പടി 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 എന്ന് പറയും. അവർ പറയും എന്താ പറയും? വലിയ വിശ്വാസികളാണ് അവർ. ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ട് അല്ലേ? അവരൊക്കെ ചിരിക്കുന്നുണ്ട്. ദൈവം എനിക്ക് തന്നോളും എന്ന് പറഞ്ഞ് അങ്ങനെ പരീക്ഷയ്ക്ക് പോയി എഴുതാൻ പറ്റുമോ? എന്ത് ചെയ്യണമെന്നുള്ളതും ദൈവം പറഞ്ഞു തന്നിട്ടുണ്ട്. എന്ത് ചെയ്യണമെന്നുള്ളതും ദൈവം പറഞ്ഞു തന്നിട്ടുണ്ട്. ആ വിസ്ഡം ഉണ്ടല്ലോ, ആ വിസ്ഡത്തിൽ ദൈവത്തിന് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും. ആ വിസ്ഡത്തിൽ ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും. നിനക്ക് വെളിച്ചം തന്നത് നീ ചെയ്തു കഴിഞ്ഞാൽ ദൈവം അതിലൂടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. അതാ ഞാൻ പറഞ്ഞ ഫെയ്ത്ത് ആൻഡ് ഗോഡ്സ് വിസ്ഡം ആർ ഇൻസെപ്പറബിൾ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ, ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ എല്ലാത്തിനും അത്ഭുതകരമായ ആ വിടുതൽ അവിടെ കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത്. പക്ഷേ ഒരുപക്ഷെ ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ സമാധാനവും ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവം നമുക്ക് പ്രൊവൈഡ് ചെയ്യും. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ നിങ്ങൾ ഒരുത്തിന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ദൈവത്തോട് അപേക്ഷിക്കണം അല്ലേ? യാചിക്കണം. നമ്മൾ ദൈവത്തോട് യാചിച്ചാൽ ആ വിസ്ഡം നമുക്ക് തരും. ദിസ് ഈസ് നോട്ട് എ ബ്ലൈൻഡ് ഫെയ്ത്ത്. ഇതൊരു അന്ധവിശ്വാസമല്ല. ദൈവം ഈ വിശ്വാസം നമുക്ക് പ്രൊവൈഡ് ചെയ്താൽ, നമ്മൾ ആ രീതിയിൽ ദൈവത്തെ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ ജ്ഞാനം ദൈവം നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ഇത് ഞാൻ മുമ്പോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കാം. ഈ വിസ്ഡം ദൈവം തന്നാലുണ്ടല്ലോ, ഇത് കഴിഞ്ഞ് നമ്മളെ കുഞ്ഞുങ്ങളൊക്കെ വളർന്ന് വലുതാവുന്നുണ്ട്. അവരെക്കുറിച്ചുള്ള നമ്മുടെ പ്രാർത്ഥന എന്താ? അവർ വലിയ നിലയിലെത്തണം, അവർ ഇന്ന ജോബെത്തണം, ആ ജോബെത്തണം, ഹൈ സ്റ്റാറ്റസ് അല്ലേ ജോബെത്തണം എന്നുള്ള നോർമലി എല്ലാ മാതാപിതാക്കളുടെ ആഗ്രഹം. ഞാൻ ചോദിക്കട്ടെ, അമ്രാമിൻ്റെ യോഖേബേദിൻ്റെ പ്രാർത്ഥന എന്തായിരിക്കാം? ആ കുഞ്ഞിനെ പാല് കൊടുത്ത് വളർത്തുവാനുള്ള ഡ്യൂട്ടി യോഖേബേദിന് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ കുഞ്ഞിനെ പാല് കൊടുത്ത് വളർത്തുമ്പോൾ ആ മാതാവിൻ്റെ പ്രാർത്ഥന എന്തായിരിക്കാം? പിതാവിൻ്റെ പ്രാർത്ഥന എന്താ? അവർക്കറിയാം എന്തായി, കൊട്ടാരത്തിലെ ഒരു സന്തതിയായിട്ട് ഇനി വളരാൻ പോവുകയാണല്ലേ. അവൻ ആ രാജ്യത്തിലെ ഏറ്റവും നല്ല സ്ഥാനത്തേക്ക് എത്താനായിട്ട് അവൻ പോവുകയാ. അവരുടെ പ്രാർത്ഥന അങ്ങനെ ആയിരിക്കുമോ? അങ്ങനെ ആയിരുന്നെങ്കിൽ മോശ തൻ്റെ സഹോദരങ്ങൾ ആരാൻ തിരിച്ചറിഞ്ഞ് അങ്ങോട്ട് പോകത്തില്ലായിരുന്നു.
ഞാൻ പറയട്ടെ, അവനെ വളർത്തിയതും ഗൈഡ് ചെയ്തതും പഠിപ്പിച്ചതും നീ ഇത്ര വലിയ സ്ഥാനത്ത് എത്തണമെന്നതിനെ കുറിച്ചല്ല, മറിച്ച് ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള ആഗ്രഹത്തിൽ നീ എത്തണമെന്ന് വേണ്ടിയിട്ട് അവരെ ഗൈഡ് ചെയ്തേ. പ്രിയമുള്ളവരെ, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ഗൈഡ് ചെയ്യുമ്പോൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, അവർ ആ സ്ഥാനത്തെത്തണം ഈ സ്ഥാനത്തെത്തണമെന്നല്ല പ്രാർത്ഥിക്കേണ്ട, ദൈവം അവരെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന രീതിയിൽ എത്തിച്ചേരുവാനായിട്ട് പ്രാർത്ഥിക്കണം. അവർക്ക് അമ്രാമിനെ യോക്കേബേദിനെ സംബന്ധിച്ച് എന്തൊരു റിലീഫല്ലേ, കൊട്ടാരത്തിലേക്ക് തൻ്റെ മകനെ, എന്തൊരു വലിയ ഭാഗ്യമാണ്. പക്ഷെ അവരുടെ പ്രാർത്ഥന അങ്ങനെ ആയിരുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ടാണ് അവൻ സഹോദരങ്ങളെ തേടി ഇറങ്ങിയത്. ആ പ്രാർത്ഥന മുഖാന്തരമായിട്ടായിരിക്കും. അവൻ്റെ കയ്യിൽ നിന്ന് ഒരു അബദ്ധം പറ്റിയിട്ടും ദൈവം അവനെ വിട്ടുകളഞ്ഞോ. അവനെ ആട്ടിടയനാക്കി പിന്നീടും അവനെ എന്ത് ചെയ്തു? തിരിച്ചു കൊണ്ടുവരിക. അമ്രാമിന് യോക്കേബേദിനും ദൈവം ഒരു പ്രാവശ്യം പോലും പ്രത്യക്ഷമായിട്ട് കണ്ടിട്ടില്ല. പക്ഷേ അവരുടെ മകനെ ദൈവം എത്ര പ്രാവശ്യമാണ് പ്രത്യക്ഷമായിട്ട് ഓരോ കാര്യം പറഞ്ഞു കൊടുത്തേ. ദൈവം എങ്ങനെ എടുത്തുപയോഗിച്ചേ? നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കേണ്ടതും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതും ഗൈഡ് ചെയ്യേണ്ടതും വലിയ കരിയർ അഡ്വൈസ് കൊടുക്കേണ്ടതാണെന്നറിയോ? ദൈവത്തിൻ്റെ കരങ്ങളിലെ നല്ല വക്താക്കളായിട്ട്, അല്ലെങ്കിൽ ആയുധങ്ങൾ, അല്ലെങ്കിൽ പാത്രങ്ങളായിട്ട് അവർ മാറുവാനായിട്ട് പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവർ, അതാണ് ഏറ്റവും വലിയ സ്ഥാനം. ഞാൻ ഈ ഉദാഹരണം പോകുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ദൈവം മോശയെ എടുത്ത് ഉപയോഗിച്ചതുപോലെ വേറെ ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ? ഇത് ഞാൻ പിന്നെയും പറയുക, മുന്നോട്ട് പോയി പറയുക. ഫറവോൻ്റെ ആരെങ്കിലും പേര് നിങ്ങൾക്കറിയോ? ഏതെങ്കിലും ഫറവന്മാരുടെ പേര് ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും അറിയോ? ഫറവന്മാരുടെ പേര് ചരിത്രത്തിൽ എത്ര പേരുടെ അറിയാവുന്ന? എനിക്കത് ഈ ഫറവോൻ്റെ പേര് നിങ്ങൾക്ക് ആർക്കും അറിയില്ല എന്തായാലും, അല്ലേ? ബട്ട് വി നോ ദ നെയിം ഓഫ് മോസസ്. ഇന്ന് ലോകത്തിലെ 3 മതങ്ങൾ മിനിമം ആ മോശയെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടല്ലേ? ദൈവം എടുത്ത് ഉപയോഗിച്ചോ? കേവലം ഒരു രാജ്യത്തിൻ്റെ ആ വലിയ സ്ഥാനത്തായി അവൻ അവിടെ ഇരുന്നുവെങ്കിൽ, അങ്ങനെയാണ് അവൻ്റെ മാതാപിതാക്കൾ പ്രാർത്ഥിച്ചെങ്കിൽ മോസസ് എവിടെ എത്തുമായിരുന്നു? അവിടെ തന്നെ തീരുമല്ലേ? പക്ഷെ മോശയെ ദൈവം എവിടെയാക്കി? ഇന്ന് ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഇന്ന് നമുക്ക് മോശയെ റെസ്പെക്റ്റാ, അല്ലേ? എന്തുകൊണ്ടായേ? അവൻ്റെ മാതാപിതാക്കൾ ഫെയ്ത്ത്ഫുള്ളായിട്ട് ആ സ്റ്റെപ്പ് അവിടെ എടുത്തു. അവനെ ഒരു പക്ഷെ കുറച്ചു നാളത്തേക്ക് അങ്ങോട്ട് മാറ്റി നിർത്തുവാനായിട്ടിടെ കഷ്ടതയിലൂടെ ഒക്കെ കടന്നുപോയി. എന്നിട്ടും ദൈവം വിട്ടില്ല, അവനെ വലിയ ഒരു ലീഡറാക്കി തിരിച്ചു കൊണ്ടുവന്നു. ഞാൻ അടുത്ത പോയിന്റിലേക്ക് വരുക. ഫെയ്ത്ത് ആൻഡ് ഗ്ലോറി ആർ ഇൻസെപ്പറബിൾ. ഫെയ്ത്ത് ആൻഡ് ഗ്ലോറി ആർ ഇൻസെപ്പറബിൾ. ദൈവത്തിൻ്റെ മഹത്വവും വിശ്വാസവും വേർതിരിച്ച് കളയുവാനായിട്ട് കഴിയത്തില്ല. ഇഫ് യു ബിലീവ് ഇൻ ഗോഡ്, ഇഫ് യു ട്രൂലി ബിലീവ് ഇൻ ഗോഡ്, ദ ഗ്ലോറി വിൽ ഡെഫിനറ്റ്ലി കം. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. യു വിൽ സീ ഗ്ലോറി ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ മഹത്വം കാണും. പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ആ വാക്കുകളൊക്കെ പറയുന്നതിനോട് എനിക്ക് മടിയുണ്ട്. വിശ്വാസമുള്ള വാക്ക് നിങ്ങൾ വിട്ടേക്ക്. പക്ഷേ സ്ട്രെസ്ഫുൾ ടൈം വരുമ്പോൾ, ഒരു കാര്യം കാണുമ്പോൾ, ഒരു വ്യക്തിയെ കാണുമ്പോൾ ദൈവത്തിൻ്റെ കണ്ണാലെ നമുക്ക് കാണുവാനായിട്ടിടയായാൽ, ഫെയ്ത്ത് ആൻഡ് ലവ് ആർ ഇൻസെപ്പറബിൾ. നമ്മുടെ ഭാര്യയെ കാണുമ്പോൾ, നമ്മുടെ ഭർത്താവിനെ നമ്മൾ കാണുമ്പോൾ, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ കാണുമ്പോൾ, എന്തായിട്ടാ നമ്മളെ എന്തോ ക്രെഡിറ്റ് ആയിട്ടാണ് നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ട് നടക്കുന്നത്. നമുക്ക് എന്ത് ക്രെഡിറ്റ് ഉണ്ടായിട്ടാ? ദൈവം തന്നതല്ലേ. ദൈവം കുഞ്ഞുങ്ങളെ ഗിഫ്റ്റ് തരുമ്പോൾ ഉണ്ടല്ലോ, ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ കണ്ണോടുകൂടി അതിനെ കാണണം. മറ്റൊരു വ്യക്തിയെ കാണുമ്പോൾ, കൂട്ടു സഹോദരനെ കാണുമ്പോൾ, കൂട്ടു സഹോദരിയെ കാണുമ്പോൾ നമ്മൾ എന്താ കാണേണ്ടത്? ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ കാണുവാനായിട്ടിട. ഫെയ്ത്ത് ആൻഡ് ലവ് ആർ ഇൻസെപ്പറബിൾ. അത് കഴിഞ്ഞ് നമ്മൾ കണ്ടു, ആ പ്രയാസത്തിലെടുത്ത അവരുടെ ഡിസിഷൻ അത് പീസ്ഫുൾ ഡിസിഷൻ ആയിരുന്നു, കൺഫ്യൂഷൻ്റെ ഡിസിഷൻ അല്ല. ഫെയ്ത്ത് ആൻഡ് പീസ് ആർ ഇൻസെപ്പറബിൾ. നമ്മുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങളൊക്കെ ഉണ്ട്, ആരടുത്ത് ഒരുപക്ഷെ പറയാൻ പറ്റുന്ന വരത്തില്ല, പറയാൻ കൊള്ളുന്ന കാര്യമായിരിക്കത്തില്ലെന്നേ. ഞാൻ പറയട്ടെ, വിശ്വാസ സമൂഹത്തിൽ സിംഗിൾ പാരൻസ് ഉള്ള സമൂഹമാണ്. എൻ്റെ ഒരു മെസ്സേജ് കഴിഞ്ഞിട്ട് ഒരു അപ്പച്ചൻ, ഒരു 90 വയസ്സ് വരും, എൻ്റെ മോളുടെ കാര്യത്തിൽ ഞാൻ തെറ്റിപ്പോയി മകനെ എന്ന് പറഞ്ഞ് വിളിച്ച് എൻ്റെ അടുത്ത് പേഴ്സണലി ഒരു മെസ്സേജ് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം വന്ന് പറയുക. അദ്ദേഹം കരയുന്നതൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അദ്ദേഹം കരയണോ പറയണോ എന്നറിയാതെ കരയുക. അത്രയും പെയിൻഫുൾ സിറ്റുവേഷനിലൂടെ വിശ്വാസികൾ ഇന്ന് കടന്നു പോകുന്നത്. എല്ലാവരും കാണുമ്പോൾ ഓക്കെ ഫൈൻ എന്നാണ് വിചാരിക്കുന്നത്. അല്ലെന്നേ,
നമ്മുടെ കർത്താവിൽ ആശ്രയിക്കുക. സ്ഥിരമാനസനെ അവൻ പൂർണ്ണ സമാധാനത്താൽ കാക്കും. ഫെയ്ത്ത് ആൻഡ് പീസ് ആർ ഇൻസെപ്പറബിൾ. അവനിലെ മുറുകെ പിടിച്ചുകൊള്ളുക, അവൻ നിങ്ങളെ സമാധാനിപ്പിക്കും. മാത്രമല്ല, ഫെയ്ത്ത് ആൻഡ് ഗോഡ്സ് വിസ്ഡം ആർ ഇൻസെപ്പറബിൾ. ദൈവത്തിൻ്റെ ജ്ഞാനം ദൈവം നമുക്ക് തരും. അത്ഭുതങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലായിരിക്കാം, അടുത്ത് എന്ത് ചെയ്യണമെന്നുള്ള ചുവട് അടുത്ത് ദൈവം കാണിച്ചു തരും. പ്രിയമുള്ളവരെ, ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭോഷനായി, പാട്ടെങ്ങനെയാ? ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭോഷനായി പ്രിയാലും ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി മാറിയിടുന്നു. അബ്രഹാമിൻ ദൈവം, ഈസാഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഈസാഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും ഒന്നിനെ കുറിച്ചിനിയും എനിക്കാകുല ചിന്തയില്ല. ജീവമന്ന തന്നവൻ എന്നെ ക്ഷേമത്തിടുന്നു. അബ്രഹാമിൻ ദൈവം, ഈസാഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഈസാഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. പ്രിയമുള്ളവരെ, ഒരു ഭയവും വേണ്ട, അവൻ നമുക്ക് പരിജ്ഞാനം നൽകും. ഫെയ്ത്ത് ആൻഡ് ഗോഡ്സ് വിസ്ഡം ആർ ഇൻസെപ്പറബിൾ. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ എല്ലാ ഒരു റിസൾട്ടുണ്ട്. ഫെയ്ത്ത് ആൻഡ് ഗ്ലോറി ആർ ഇൻസെപ്പറബിൾ. മോശയെ ദൈവം എടുത്ത് ഉപയോഗിച്ചു. മോശ ദൈവത്തെ കാണുവാനായിട്ടിടയായി. മോശ ഒരു കൂട്ടുകാരനെ പോലെ ദൈവത്തോട് സംസാരിക്കുവാനായിട്ടിടയായി. ഇതിലും വലിയ അഭിമാനം ആ അപ്പനും അമ്മയ്ക്ക് എന്താ ഉണ്ടാവുള്ളത്? അമ്രാമും യോക്കേബേദും ദൈവത്തെ വിശ്വസിച്ചു, അത് അവർക്ക് നീതിയായി കണക്കിട്ടു. ഞാൻ ആദ്യം വായിച്ച വാക്യം ഒന്നുകൂടെ പറയട്ടെ. വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ, ദൈവത്തെ, മറ്റുള്ളവരെ ദൈവത്തിൻ്റെ കണ്ണിൽ കാണുവാൻ, ദൈവത്തിൻ്റെ സമാധാനം നമ്മൾ നിറയ്ക്കുവാൻ, ദൈവത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച് മുന്നോട്ട് പോകുവാൻ, ദൈവത്തിൻ്റെ ആ വലിയ മഹത്വം കാണുവാൻ ദൈവം നമ്മെ ഇടയാക്കട്ടെ. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ വചനങ്ങൾ നിങ്ങളെയും എന്നെയും ഒരുപോലെ നടത്തുവാൻ ഇടയാകട്ടെ. ആമേൻ.